ഇപ്പം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പടച്ചട്ടിയുടെ ഇതുപോലെ വേണ്ട ഡ്രസ്സും ഇട്ട് ജിമ്മിൽ പോകാനുള്ള പരിപാടിയിലാണ്. മറ്റേ എന്താ പറയുക, അങ്ങനെ ഫുള്ള് സെറ്റായിക്കൊണ്ടാണ് നമ്മുടെ രാവിലത്തെ പരിപാടികളൊക്കെ തുടങ്ങുന്നത്. ഇനി എത്ര ദിവസം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 56 ദിവസം കൂടി ഉണ്ട് ഇനി നമുക്ക്. അപ്പം ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ആട്ടോ. അന്നേരം വിചാരിച്ചു രാവിലെ നമ്മൾ മോർണിംഗ് ഡ്രിങ്ക് കഴിച്ചിട്ട് ഇച്ചായൻ ഇന്ന് ഡബിൾ ഡ്യൂട്ടിയാണ്. അപ്പം ഇടയ്ക്ക് ബ്രേക്ക് കിട്ടുമ്പം വരും അങ്ങനെ. അപ്പോൾ ആ സമയത്ത് ചെയ്യാനുള്ള മെയിൻ കാര്യങ്ങൾ, രണ്ടുപേരും കൂടി ചെയ്യേണ്ട കാര്യങ്ങൾ ആ സമയത്ത് ചെയ്യും. എന്നെ അച്ചക്കുട്ടി ചേട്ടന് കൊടുത്ത് എന്നാ പരിപാടി? പാട്ട് വെച്ച് തരുന്നില്ല ചേട്ടൻ? ജോൺകുട്ടി പാട്ട് വെക്കടാ. ഗേൾസ് ആണെങ്കിൽ എഴുന്നേറ്റിട്ടില്ല, നേരം കുറേ. പിള്ളേർ നിങ്ങൾ പെട്ടെന്ന് എഴുന്നേറ്റ് വന്നേ. നല്ല ഉറക്കം. പോയി വിളിച്ചെണീപ്പിച്ചുണ്ടോ? മതി ചേച്ചിമാരോട് ഉറങ്ങിയെന്ന് പറ. എന്നെ പോറിഡ്ജ് ഉണ്ടാക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നേരെ ജിമ്മിലോട്ട് വിടുവാണ്. നല്ല അടിപൊളി വെതറാട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ട് മുഴുവൻ റീസിപ്പൂറയാണോ വേണ്ടേ? ഓക്കെ, അപ്പോൾ റീസിപ്പൂറ ഇരിപ്പുണ്ട്, അതാണെങ്കിൽ നമ്മൾ സെറ്റാക്കിയാൽ മതി. ഇത് കണ്ടോ, അപ്പോൾ പിന്നെയും വിടർന്ന് എത്ര 1 2 3 ലെയർ ആയിട്ടുണ്ട്. അടിപൊളി. വേറെ കുറേ മുട്ടുകളുണ്ട്. ഇതെല്ലാം കൂടി നിൽക്കുന്ന നല്ല രസമായിരിക്കും അല്ലേ? ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ പൂ അപ്പുറത്തെ സൈഡിലാട്ടോ നിൽക്കുന്നത്. എന്തിനാ കരയണേ ജോളിക്കുട്ടി? നമുക്ക് ട്വിസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. എന്തിനാ കരയണേ ബേബി? ജോളിക്കുട്ടി ബേബി എന്തിനാ കരയുന്നേ? കൊച്ചെന്തിനാ കരയുന്നേ? അവനെന്താ ഇഷ്ടമില്ലാത്തത്? ഐത്തീനെ വിളിച്ച് കരയണ എന്തിനാ? ഇവിടെ ഐത്തി എന്ന് പറഞ്ഞ അമ്മയെ വിസ എന്ന് പറഞ്ഞ അപ്പനും ആട്ടോ. ചേട്ടൻ കളിയാക്കുവാണോ മോനെ? ചേട്ടൻ കുഞ്ഞിനെ കളിയാക്കുവാണോ? എന്താണ്? ഓ ചേച്ചിയാണോ? മാൾ ചേച്ചിയാണോ അത്? മാൾ ചേച്ചി രാവിലെ എഴുന്നേറ്റ് തൊളിച്ചേ പാത്ത് കളിക്കുവാണോ കൊച്ചിനോട്? ചേച്ചി, നമ്മള് കാർട്ടൂൺ വെക്കുമ്പോൾ രാവിലെ ഒരു 9 മണി വരെ, 7 മണി തൊട്ട് 9 മണി വരെ ചാനൽ 2 ഇവിടെ പിക്കുവക്കണിനുണ്ട്. അതായത് ഫിനിഷ് വലിയവർക്കും കുഞ്ഞുവർക്കും ലാംഗ്വേജ് പഠിക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മളിവിടെ വന്ന സമയത്ത് നമ്മുടെ ഈവൻ സ്കൂളിൽ നിന്നാണെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നമ്മളോട് അത് വെച്ച് കാണണം, പിള്ളേർക്കും വെച്ച് കൊടുക്കണം എന്നുള്ളത്. അപ്പം നമ്മൾ ചില ദിവസങ്ങളിലൊക്കെ അതും വെച്ച് കൊടുക്കും കേട്ടോ. എന്നെ ചക്കി ഒളിച്ചിരിക്കുന്നേ. ചക്കിക്കൊരു മൈൻഡില്ല, ചക്കി പോയി. ഇച്ചേൻ രാവിലെ പോകുന്നതിന് ഇപ്പം ഉണ്ടാക്കി വെച്ചിട്ട് പോയതാണ്. കാര്യം പറഞ്ഞൊരു കുഞ്ഞു കാര്യമാണ്, പക്ഷെ എന്നാലും എഴുന്നേറ്റ് വരുമ്പോഴേക്കും ഇങ്ങനെ ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു ഡ്രിങ്ക്. അപ്പം അത് സെറ്റാക്കി വെച്ചപ്പോൾ തന്നെ ഒരു പ്രത്യേക മോട്ടിവേഷൻ ആട്ടോ. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ട് പോയ ഒരു കുഞ്ഞു കാര്യമാണ്, പക്ഷെ അത് എഴുന്നേറ്റ് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഇതാണല്ലോ. അത് റെഡിയാന്ന് കണ്ടപ്പോൾ തന്നെ പിള്ളേർക്ക് പോറിഡ്ജിനുള്ള വെള്ളം തിളപ്പിക്കുക കേട്ടോ. എന്താ പരിപാടി? രാവിലെ എക്സർസൈസ് ആണ് എസക്കുട്ടി ഇവിടെ. ജോൺകുട്ടിക്ക് തരാം. ഫുള്ള് രാവിലെ പന്ത് കളിയാണ്. ഭയങ്കര പന്ത് കളിയാണ്. അപ്പം നമ്മൾ വിചാരിച്ച് കുറച്ച് സ്ക്രാമ്പിൾഡ് എഗ്ഗും ഉണ്ടാക്കി പോറിഡ്ജും ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് അവർക്ക് അടിപൊളിയായിരിക്കും. നമുക്കൊന്ന് സ്മൂതിയും കഴിക്കാം. ഓട്സിൻ്റെ സ്മൂതി ആട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം കുറച്ച് ഓട്സ് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് വേണം സ്മൂതി ഉണ്ടാക്കാനായിട്ട്. പിന്നെ നോർമൽ പോറിഡ്ജ് അവർക്ക് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് റൈസ് പോറിഡ്ജിന് വേണ്ടിയിട്ട് പാലിലാണ് ഇത് വേവിക്കേണ്ടത്. പക്ഷേ ഇത് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയതിന് ബാക്കിയുണ്ടല്ലോ, അപ്പോൾ ഇത് കുറച്ച് കുക്ക് ചെയ്തതിന് ശേഷം അതും ഇതും കൂടെ മിക്സ് ചെയ്യാം. നമുക്ക് എത്രയാണ് ആവശ്യം അതനുസരിച്ചുള്ള ഓട്സ് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ജാറിലോട്ട് ഇടുക. എന്നിട്ട് ആവശ്യത്തിന് ഡേറ്റ്സ് ഇടുക. ഞാൻ ഇപ്പോൾ 4 എണ്ണം 2 പേർക്കുള്ള പോർഷൻ ഉണ്ടാക്കുന്നത്, എനിക്ക് വെച്ചാനും. അവക്കാഡോ ചേർത്തു. പിന്നെ നമ്മൾ വാൾനട്ട്സ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഫാറ്റ് ഫ്രീ മിൽക്ക് ഒഴിച്ച് നമ്മൾ അടിച്ചു കുടിക്കും. നോർമൽ മിൽക്ക് ഒഴിച്ച് പിള്ളേർക്കും കൊടുക്കാം. എന്നിട്ട് സീഡ്സ്, ഫ്ലാക്സ് സീഡ് അല്ലെങ്കിൽ നമുക്ക് മറ്റേ പംകിൻ സീഡ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാന്നാണ് പറയുന്നത്, ഗാർണിഷ് ചെയ്യുക. അതൊക്കെ ഇട്ട് ഇങ്ങനെ ഗാർണിഷ് ചെയ്തിട്ട് നമുക്ക് കുടിക്കാം. പിള്ളേരെ എല്ലാവരും രാവിലെ കുറച്ച് സ്ക്രാമ്പിൾഡ് കൂടെ എങ്ങനെയും തീറ്റിച്ച് കഴിഞ്ഞാൽ പ്രോട്ടീനും ആയല്ലോ അവർക്ക്, പിള്ളേർക്കേ. പാലിൽ ഉണ്ടാക്കണ്ട കേട്ടോ, ഇതിപ്പോൾ കഞ്ഞി പോലെ നോക്കാം.
ഇതുണ്ടാക്കി വെച്ചിട്ട് വേണം വേഗം ജിമ്മിൽ പോയിട്ട് വരാനായിട്ട്. രാവിലെ പരിപാടിയൊക്കെ കഴിയുവാണെങ്കിൽ പിന്നെ നമ്മുടെ ഫുൾ ഡേ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും, ഹാപ്പി ആയിട്ടിരിക്കാനും പറ്റും. എന്താ മമ്മയ്ക്ക് എന്താണ് മമ്മ? സ്ക്രാമ്പിൾഡൊക്കെ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നല്ലേ. റൈസ് പോറിഡ്ജ് എന്ന് പറയുന്നത് നമ്മൾ പാൽക്കഞ്ഞി എന്നൊക്കെ വേണമെങ്കിൽ പറയായിരിക്കും അല്ലേ. ഇതിനകത്ത് പാലും റൈസും കൂടി ഇട്ട് വയ്ക്കുമ്പോൾ കുറച്ച് ഉപ്പ് മാത്രമായിട്ട് ചേർക്കത്തുള്ളൂ, ബട്ടറും. എന്നിട്ട് നമ്മൾ സെർവ് ചെയ്യുമ്പോഴാണ് ഇഷ്ടമുള്ളത്. സ്ട്രോബെറി ജാമാണ് ഇതിൻ്റെ കൂടെ ഏറ്റവും സൂപ്പർ. പിന്നെ ഈ പറഞ്ഞ പോലെ സിന്നമൺ പൗഡറും ഷുഗറും കൂടെയുള്ള മിക്സ് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ആളുകൾ കഴിക്കും. എങ്ങനെ വേണമെങ്കിലും കഴിക്കാം, ഒന്നുമില്ലാതെ ബട്ടർ മാത്രം ഒട്ടും കഴിക്കും കേട്ടോ. സ്ട്രോബെറി നമ്മുടെ ശരിക്കും പഴുത്തതായിരുന്നു കേട്ടോ. ഇത് കഴുകി വാഷ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അങ്ങനെ ഫ്രഷായിട്ട് നമ്മൾ കുറച്ച് സ്ട്രോബെറി ജാം ഉണ്ടാക്കുവാണ്. കട്ട് ചെയ്യാനൊന്നും പോയില്ല, നേരെ ഏറ്റവും നല്ലതായിട്ട് പഴുത്തതെല്ലാം വാരിയിട്ട് അതിലോട്ടൊരു കുറച്ച് ഷുഗറും ഇട്ടിട്ട് ചെറിയ തീയിലിങ്ങനെ നമ്മൾ നന്നായിട്ടങ്ങ് വേവിച്ച് മെൽറ്റ് ആയിക്കൊണ്ടിരിക്കും കേട്ടോ. എന്നിട്ട് തീരാറാകുമ്പം 1 ടീസ്പൂൺ നാരങ്ങാ നീര് നമുക്ക് ചേർത്ത് കൊടുക്കാം, വെന്ത് കഴിഞ്ഞിട്ട്, വാങ്ങിക്കഴിഞ്ഞിട്ട്. ഒട്ടും വെള്ളം ചേർത്തില്ല, മറ്റേ ഷുഗറും സ്ട്രോബെറി നേരെ ഇട്ടുള്ളൂ. അതിൽ നിന്നുള്ള വെള്ളമാട്ടെ, ഷുഗർ മെൽറ്റായി സ്ട്രോബെറിയുടെ ആ ഒരു ജ്യൂസൊക്കെ ഇറങ്ങിയതാട്ടെ കാണുന്നത്. നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം നമുക്ക്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഇതാട്ടോ, നമ്മൾ ഇത്രയും സ്മൂതി, പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ വൈറ്റ് സേസം, ഫ്ലാക്സ് സീഡ്, ലെമൺ, പംകിൻ സീഡൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു സ്ക്രാമ്പിൾഡ് എഗ് കൊടുത്തിട്ടുണ്ട്. കനൽ ഷുഗർ ഇട്ടു, അതിൻ്റെ കൂടി നമ്മൾ ഇച്ചിരി ജാം കൂടെ ഒഴിക്കും കേട്ടോ. കരികോട്ടെ ചൂടുകുട്ടി നല്ല സോസോട് കൂടിയിട്ടുള്ളതാണ്. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. എങ്ങനെയുണ്ട് ചോറുകുട്ടി? പൊറിജ് കഴിച്ചോ? പൊറിജ് കഴിച്ചിട്ട് ഇഷ്ടമായോ? മാള് ടേസ്റ്റ് ചെയ്ത പൊറിജ് ചക്കി ഞാൻ കഴിച്ചിട്ട് പറഞ്ഞ എങ്ങനെയുണ്ടെന്ന്. നല്ലതാണോ? ചക്കിക്ക് ഇഷ്ടമായോ? ജാമായിട്ടാണ്, അതായത് സൂപ്പായിട്ടാണ് തോന്നണേ സ്ട്രോബെറിയുടെ. മേടിച്ച ജാമിനേക്കാളും ഇതല്ല നല്ലത്, സോസ് ആയിട്ടുള്ള ജാമല്ല നല്ലതാ. കൊച്ചിന് ബെല്ലം വേണോ? ഒരു ഗ്ലാസ്സിൽ ഇച്ചിരി ബെല്ലം തരുവോ? ഒരു ഗ്ലാസ്സിൽ ഇച്ചിരി ബെല്ലം തരുവോ? സൂപ്പറാണോ? എന്നാ ഇച്ചിരി ബെല്ലം കുടിച്ചോ. ബെല്ലം 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 ബെല്ലോ. നല്ലതാണോ? യമ്മി. അപ്പോഴേക്കും വേണ്ട ടോയ് എല്ലാം നിരത്തിയിട്ട ടീം എവിടെ പോയി? എസ്കുട്ടി, എസക്കുട്ടിന് ഇവിടെ വന്നേടാ. എസ്കുട്ടാ, ഇവിടെ എന്താ പരിപാടി? അവിടെ നിരത്തിയിട്ടിട്ട് ഇവിടെ ഒന്ന് ചീപ്പ് കൊണ്ടാണോ കളി? എന്നെ പരിപാടി? ബാ മമ്മ ഇച്ചിരി ഓക്കെ. ഇപ്പം പിള്ളേര് തന്നെ ആയതുകൊണ്ട്, വീട്ടിൽ തന്നെ ആയതുകൊണ്ട് ജിമ്മിൽ പോകുന്നില്ല എന്ന് വിചാരിച്ചു. പകരം പിന്നെ നമ്മൾ വീട്ടിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അവർ എന്താണ് പീക്കിരികളെ ഇവിടെ ആക്കിയിട്ട് പോകണ്ടല്ലോ, അതുകൊണ്ട് വീട്ടിൽ നിന്ന് ചെയ്യാൻ പോവാം. ഇങ്ങ് വന്നേ കുട്ടി, ഇതെല്ലാം വാരിയിട്ടേടാ. അമ്മയ്ക്ക് എക്സർസൈസ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാക്കിത്താ. വാ. ആ യെസ്, ഇതെല്ലാം വാരിക്കൂട്ട്. എന്നാ ഈ തട്ടിപ്പൊടിച്ചിട്ട് ഇങ്ങനെ കൊട്ടയിലോട്ട് വാരിയിട്, വേഗം വാരിയിട്. ഗുഡ് ബോയ് ആയിട്ട് വാരിയിട്. കാണട്ടെ എത്ര നന്നായിട്ട് വാരിയിടുന്നെന്ന്. ആ വാരിയിട്. ആഹാ. ലഞ്ച് ഉണ്ടാക്കിയിട്ടില്ല, ലഞ്ച് നമുക്ക് ഉണ്ടാക്കണം. അപ്പം അതിനു മുമ്പ് എക്സർസൈസ് കഴിഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട്. പിള്ളേരെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പോയി. നമ്മൾ പാത്രമെല്ലാം കഴുകാനായിട്ടൊക്കെ സെറ്റ് ചെയ്ത് കയറ്റി വെച്ചു. ഇനിയിപ്പം ലഞ്ച് കൂടെ പ്രിപ്പയർ ചെയ്താൽ മതി.
10:45 അപ്പോൾ എക്സർസൈസ് കഴിഞ്ഞിട്ട് ലഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. കാണാൻ പറ്റില്ല. പക്ഷെ നടു വളയ്ക്കാൻ പാടില്ല, നടു സ്ട്രെയിറ്റ് ആയിരിക്കണം. ബാക്ക് പുറകിലോട്ട് തള്ളി വേണം ഇരിക്കാൻ. എന്റെ മൂട്ടിന്ന് ഇച്ചിരി മാറി നിൽക്കണ അവിടെ കയറിയില്ലേ. കുറച്ച് വേർക്കാൻ തുടങ്ങിയേ. കൈ ഇറക്കണമല്ലോ, കൈ ഇങ്ങനെ ഒട്ടിച്ചു വെക്കണം, ദേഹത്തേക്ക് സ്റ്റിഫായിട്ടിരിക്കണം. കൈ ദേഹത്ത് സ്റ്റിഫായിട്ടിരിക്കണം. ഇതുണ്ടോ ഇങ്ങനെ തന്നെ. കൈ ഇറങ്ങില്ല, ബോഡി മാത്രം അനങ്ങുള്ളൂ. ബോഡി ഇങ്ങനെ സ്റ്റിഫായിട്ടിരിക്കും. എന്നിട്ട് നടു മാത്രം കുനിക്കുക, സ്ട്രെയിറ്റ് ഡൗൺ. നടു സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. എന്നിട്ട് പൊക്ക. കൈ ഇവിടെ വളയ്ക്കല്ലേ, ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ. എന്നിട്ട് ഇരിക്കടാ. ഓർമ്മ മറ്റേ ഒരു ഏതൊരു ഫേമസ് ആളുടെ ഒരു വർക്കൗട്ട് ബിഭാഷ ഹൗസിന്റെ ഡാൻസ്, എയറോബിക് ഡാൻസ്. അതാരോ എനിക്കറിയില്ല, പക്ഷെ സ്റ്റിൽ എനിക്ക് അയാളുടെ ഇഷ്ടം. മറ്റേ ആപ്പിളൊക്കെ കഴിക്കാൻ പക്ഷെ ആരോ ഒരിക്കലും കഴിച്ചില്ല. അല്ലെങ്കിലും എടാ വൈറ്റ് ഇതെടുത്തോടാ. എനിക്ക് പറ്റില്ല. അങ്ങനെ എന്റെ വർക്കൗട്ട്, വീട്ടിൽ വെച്ചുള്ള വർക്കൗട്ട് കുളം പോവുകയാണ് ഫ്രണ്ട്സെ, കുളം പോവുകയാണ്. സുഹൃത്തുക്കളെ, ഞാൻ ഇനി എന്ത് ചെയ്യും? കസരയും പോയി. ഇനി ഞാൻ ഇരുന്നിട്ട് വേണോടെ എനിക്കിത് വെയിറ്റ് പൊക്കാൻ. എസക്കുട്ടി ജിമ്മി പോത്തെ ഇരുന്നിട്ട് വേണം എന്റെ എസക്കുട്ടി വെയിറ്റ് മമ്മിക്ക് പൊക്കാൻ. ഇവിടെ തന്നെ പോകാൻ പറ്റില്ല. എന്തെല്ലാം രീതിയിലുള്ള അഭ്യാസങ്ങളാണ് ഇവിടെ. ഇത് അഭ്യാസ പ്രകടനമല്ല, സ്കില്ല് കാണിക്കണമല്ല, എക്സർസൈസ് ചെയ്യണതായിരുന്നു. അറിയാമോ എസക്കുട്ടി? ഏത് ഇനി വെയിറ്റ് എടുത്ത് കൈ കൊടുക്കാൻ നിങ്ങൾ പൊക്കിയോ? ഏത് ഇതെടുക്കണോ? ഏതാ? ഇതാണോ 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 ഇതാണോ? അതല്ല, ഇതാണോ? അതുമല്ല. ഏത്? ഇതാണോ? ആ ഓക്കെ. ഓ എന്റെ മുടിക്ക് പിടിച്ചേ, എന്നെ വലിച്ചേ, മുടിക്കുത്തിരി പിടിച്ച് വലിച്ച് തൂക്കി എടുക്കുമായിരുന്നു. ആയ്യോ ഇഷ്ടപ്പെട്ടോ? അമ്മ ഇച്ചിരി എക്സർസൈസ് ചെയ്തോട്ടെ. ഓക്കെ. ഇങ്ങനെ 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 ചെയ്യണവരൊക്കെ ചെയ്തോ, കൂടെ ചെയ്യണവരൊക്കെ ചെയ്തോ. കാല് വീശി തൊഴിക്കുവാണ്. മാറി നോട്ടോ. തൊഴി കിട്ടിയിട്ട് പിന്നെ ഒന്നും പറയരുത്. എന്റെ അമ്മച്ചി ഇടിച്ചു കൊല്ലുവല്ലേ. എല്ലാരെയും ഉറക്കി കിടത്തിയിട്ട് വീട്ടിലിരുന്ന് ചെയ്തതിനെ കുറിച്ചാണ് ഇനി ഞാൻ ആലോചിക്കുന്നത്. ലഞ്ച് ചെയ്താട്ടോ ഒരു ചപ്പാത്തിയും ചിക്കൻ ബ്രസ്റ്റ് ഒലിവ് ഓയിലിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തതും പിന്നെ ബ്രക്കോളി നമ്മൾ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്, കുറച്ച് സാമ്പാറും. അതാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ച്. സോസേജും ഒണിയനും ബട്ടറിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് പുഴുങ്ങിയ പൊട്ടറ്റോയും ഇട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തേക്കുന്ന കേട്ടോ. അതാണ് പിള്ളേർക്കുള്ള ലഞ്ച്. അപ്പം ഇതാണ് മക്കൾസിൻ്റെ ലഞ്ച്. ഇതിൻ്റെ ഫുഡ് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? നല്ലതാണോ? ജോൺകുട്ടിക്ക് ഇഷ്ടമായോ? മാളുവിനും ചക്കിക്ക് ഇഷ്ടമായോ? ഇടയ്ക്ക് ഇങ്ങനത്തെ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അഭിപ്രായം എന്താണ്? ആണോ? അപ്പം ഒത്തിരി ഹാർഡല്ല കേട്ടോ ഇങ്ങനത്തെ പരിപാടികളൊക്കെ.
സോസേജും നമ്മൾ ഡാർക്ക് സോസേജാണ് യൂസ് ചെയ്തത്. ഒണിയനായിട്ട് ബട്ടറിൽ സോട്ട് ചെയ്തിട്ട് പുഴുങ്ങിയ പൊട്ടറ്റോ ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. രസക്കുട്ടിക്ക് ആ ഫുഡ് വർക്കൗട്ടായില്ല. നമ്മൾ ടൊമാറ്റോ ഇട്ട് വെച്ച പാസ്ത കൊടുത്തപ്പോഴാണ് അത് ഓക്കെ ആകുന്നത്. കഴിച്ചു നല്ല ഫുഡാണോ? മിടുക്കനായിട്ട് അപ്പടി കഴിച്ചു. എന്നാലും ആ പപ്പയോടും മമ്മയോടും ഒക്കെ നിറച്ച് സ്നേഹം വരുവുള്ളൂ കേട്ടാ. ഞാൻ ഡബിൾ ഡ്യൂട്ടി ആയതുകൊണ്ട് ഇന്നിപ്പോൾ അവിടെ നിന്ന് കഴിച്ചോളൂ. ഇപ്പം അത്താഴത്തിനുള്ള ചെയ്താൽ മതി നമ്മൾ. വയസ്സുകുട്ടി വാ. അകത്തെ എക്സർസൈസ് കുളമായി. എന്നാൽ പിന്നെ ഇതിനെ കൊണ്ട് പുറത്ത് കുറച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഓക്കെ, എൻ്റെ എക്സർസൈസ് എല്ലാവരും കുളമാക്കിയില്ലേ? സോ ഇങ്ങോട്ട് വാ, നമുക്ക് ഇവിടെ നിന്നിട്ട് ബാക്കി പരിപാടികളില്ല. അയ്യോ ഓക്കെ ഇങ്ങോട്ട് വാ. നമ്മൾ മാളി ചേച്ചിയുടെ ഫസ്റ്റ് ബോളിങ്. ചക്കി ചേച്ചി ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്നത് ആരാണ്? മാളി ചേച്ചി. 6 എറിഞ്ഞ് കഴിയുമ്പോൾ ചക്കിയുടെ പൂറ കഴിഞ്ഞെടുത്ത് ജോണിക്കുട്ടി ആവേ. അന്നേരം ചക്കി ബാറ്റ് ചെയ്യാൻ കയറണം കേട്ടോ. ഓ മൈ ഗോഡ്. സ്റ്റംബർ അതാരാണ് ഫീൽഡിലോടെ കയറി പോകുന്ന സൈക്കിളും കൊണ്ട്? സ്റ്റമ്പയിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ മാള് ചക്കി. ഓക്കെ, ഇപ്പം എത്ര ബോൾ വേസ്റ്റ് ആക്കി ജോണിക്കുട്ടി? 3 ബോൾ പോയി. ഓ മൈ ഗോഡ്, ഔട്ട്. സ്റ്റംപ് ഔട്ടായി. പള്ളിപ്പോ റെഡി ആവും ജോണിക്കുട്ടി. എഴുന്നിട്ട് എന്നെ അതിൻ്റെ അത് ചെയ്യുന്നേ. തന്നെയാണത് ചിത്രക്കുന്ന വീഡിയോ വെച്ചോ. എന്താ എഴുന്നേക്കാവോ? എഴുന്നേറ്റേടാ. എന്തിനാ ഇതെടുത്ത ഫ്രിഡ്ജിലോട്ട് വെക്കാവോ? മമ്മയുടെ രാവിലത്തെ സ്മൂതി ബാക്കിയുണ്ട്, കുറച്ച് ജാം ബാക്കിയുണ്ട്, കുറച്ച് റൈസ് പോറിഡ്ജും ബാക്കിയുണ്ട്. ഇത് ഇങ്ങനെ തന്നെ പിടിച്ചിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കാവോ? ഓരോന്നോരോന്നായിട്ട് കൊണ്ടുവയ്ക്കുക. ജാമ് ഇത്. യെസ്, ബാ. അത് 2 പിടിച്ചത്. ശരിക്കില്ല, നേരെ പിടിക്കുക. അമ്മ അവനെ കുളിപ്പിക്കട്ടെ. മറ്റേ ഇത് എടുത്തോ? പള്ളി പോകാനുള്ള ഡ്രസ്സൊക്കെ എടുത്തോ? വേഗം റെഡിയാക്കി. പപ്പ ഇപ്പോൾ വണ്ടി കൊണ്ട് തരും. പള്ളി പോവാട്ടോ. 1.5 മണിക്കൂർ സമയം എടുക്കും. നല്ല ഉറക്കമായി. ഇനിയിപ്പോൾ ഇവനെ പോയി വന്നിട്ട് കാണാതെ. ഉറക്കം വരുന്നുണ്ടായിരിക്കും. കാറ് വെപ്രാളത്തിൽ ഇറങ്ങി പോന്നിട്ട് ലോക്ക് ചെയ്ത് കീ എടുത്തുകൊണ്ട് വരാൻ മറന്നുപോയി. കറക്റ്റ് കുർബാന തുടങ്ങി. ഓടിപ്പോയി എടുത്തിട്ട് വരണം. പോരാൻ നേരത്ത് തിരക്ക് കൂട്ടിയോണ്ട് ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ടാവും. പള്ളി കഴിഞ്ഞ് നമ്മൾ പോവാട്ടോ. ചക്കി ജാക്കറ്റ് എടുത്തു. ജോൺകുട്ടി ജാക്കറ്റ് എടുത്തിട്ടോ? ജോൺകുട്ടി ജാക്കറ്റ് എടുത്തിട്ടോ? പള്ളി കഴിഞ്ഞ് നമ്മൾ പോവാണ്. നല്ല വെയില, നല്ല കാലാവസ്ഥയാണ്. നൈറ്റ് തുടങ്ങിയില്ല, അതിനു മുമ്പ് ഭയങ്കര ക്ഷീണം. ഇനി ചെന്ന് കിടന്നിട്ടൊന്ന് ഉറങ്ങണം. ഈ സ്നാക്ക് കഴിച്ചിട്ട് മമ്മ ഉറങ്ങാൻ പോവാണ് ബേബിനെ കൊണ്ട് കേട്ടോ. ഗ്രീക്ക് യോഗത്തിനകത്ത് കുറച്ച് വെളുത്തുള്ളി ചേർത്തു, ഉപ്പും ചേർത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും കേട്ടോ. പൊടിക്ക് ഒലീവ് ഓയിലും ചേർക്കുന്നുണ്ട്. അതിനകത്ത് കുറച്ച് എള്ളും സീഡ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്നാക്ക്. ഫുള്ള് എനിക്കല്ല, എല്ലാവർക്കും കൂടെയും കൂടിയിട്ട്. അപ്പോൾ കുറച്ച് കുക്കുമ്പർ നീളത്തിൽ കട്ട് ചെയ്തു, ക്യാരറ്റ്, ക്യാപ്സിക്കം ഇത്രയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് മമ്മയുടെ സ്നാക്ക്. ഇങ്ങനെ ഓരോന്നും എടുക്കും, ഇങ്ങനെ ഡിപ്പ് ചെയ്യും. എന്നിട്ട് അടിപൊളി കേട്ടോ, സൂപ്പർ. മമ്മയുടെ മുന്നിലിരുന്ന് പിള്ളേർ തിന്നുണ്ടെന്നാന്ന് കാണിച്ചേ. ചിപ്സ്. ഡിപ്പൊക്കെ മുക്കി കഴിച്ചാൽ ആരെ പഠിപ്പിച്ച പൊന്നിനെ? ഓനോ ചോ നല്ലാണോ? ചീറ്റ് മീലൊന്നുമില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വർഷങ്ങളിൽ ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി. ഡയറ്റ് തുടങ്ങും, ചീറ്റ് ചെയ്യും. അതുകൊണ്ട് ഇപ്രാവശ്യം ചീറ്റ് മീലൊന്നുമില്ല. നല്ല സ്ട്രൈറ്റ് ആയിട്ട് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. വെരി സീരിയസ് ഡയറ്റാണ്. വെരി സീരിയസ് ഡയറ്റാണ്. ചുമ്മാ മണത്ത് നോക്കിയതാ.
ഇത് മറ്റേ ഈശോപ്പേന്റെ ഒരു സ്റ്റോറി പോലെയാണല്ലോ. മറ്റേ ഒരു ബോയും ഗേളും ഗോൾഡിൽ വന്നു. എന്നിട്ട് അവർക്ക് ഒരു റൂൾ ഉണ്ടായിരുന്നു, ആപ്പിൾ കഴിക്കില്ല. എന്നിട്ട് ആ പാമ്പ് ആപ്പിൾ വേണമെന്ന് ചോദിക്കണ പോലെ കഥയിട്ട് പറയണം. പ്രലോഭനങ്ങൾ അതിജീവിക്കും ഞാൻ. ജസ്റ്റ് ഒരു ചിപ്സേ ഉള്ളു, ഒരു പീസേ ഉള്ളു അല്ലേ? നോ വേണ്ട യശക്കുട്ടി. ആ മമ്മിക്ക് നൈറ്റ് ഡ്യൂട്ടിയാ, ഉറങ്ങാൻ പാം. നുക്ക് വയ്ക്കാൻ പാം. നുക്ക് വയ്ക്കാൻ പോകുന്ന ചക്കര. എൻ്റെ കുഞ്ഞിന് നുക്ക് വയ്ക്കാൻ പോരാ. എല്ലാം ചെയ്തിട്ട് ഒരു രക്ഷയില്ലാണ്ട് അവസാനം വേണ്ട ഇപ്പം പുറത്തേക്ക് തിരിച്ച് കർട്ടൻ നമ്മൾ പൊക്കി വെച്ചു. ഇല്ല മടുത്തു. ഇരുന്ന് കുറച്ചു നേരം കൂടി ഇരുത്തിട്ടോ. സ്നാക്കിൻ്റെ പരിപാടി പാത്രങ്ങളെല്ലാം ഒക്കെ പറക്കി വെച്ച് കഴിഞ്ഞപ്പോഴേക്കും അവന് ബോറടിക്കാൻ തുടങ്ങി. ഇനിയിപ്പം അവൻ്റെ ഉറക്കം ശരിയായില്ലായിരുന്നു. പള്ളിയിൽ പോയപ്പം കൂടുതൽ ഉറങ്ങുമെന്ന് വിചാരിച്ചിട്ട് ഉറങ്ങിയില്ല. ഇത് എൻ്റെ തലമുടിയിലിരിക്കുന്നത് ശരിക്കും നന്നായിട്ട് ഉറങ്ങിയില്ല. പിന്നെ ഇപ്പം എൻ്റെ കൂടത്തി കടത്തി ഉറക്കാമെന്ന് വിചാരിച്ചു. എനിക്കിപ്പോൾ നൈറ്റിന് പോകണേന് ഇപ്പം അഡ്വാൻസ് ആയിട്ട് 2 മണിക്കൂർ ഉറങ്ങിയാൽ നൈറ്റ് കൂടുതൽ നേരം ഇരിക്കാൻ പറ്റും. അതാരേ കുട്ടി? സന്തോഷം. അത്താഴത്തിന് ഇനി വേറെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുള്ള ടൈമില്ല. അപ്പം സാമ്പാർ ഇരിപ്പുണ്ടല്ലോ, പ്രോട്ടീന് വേണ്ടിയിട്ട് ചിക്കനും ഉണ്ട്. അപ്പോൾ കുറച്ച് ചപ്പാത്തി കുഴച്ച് പരത്താനുള്ള സമയമില്ലാത്തതുകൊണ്ട് ദോശയായിട്ട് ചുടുക കേട്ടോ. കുറച്ച് ഉപ്പും ജീരകവും കൂടെയും കൂടിയിട്ട്, തേങ്ങ ആഡ് ചെയ്തില്ല, ഇഷ്ടമുണ്ടെങ്കിൽ തേങ്ങയും കൂടെ ആഡ് ചെയ്യാം. ഉപ്പും ജീരകവും മാത്രം നമ്മളിപ്പോൾ വെള്ളം ചേർത്ത് കുഴച്ച് ഉണ്ടാക്കുവാണേ. എങ്ങനെയുണ്ടായിരുന്നു ഇന്ന്? ആസ് യൂഷ്വൽ അറിയാലോ. എങ്ങനെയുണ്ടായിരുന്നു ചക്കി മാളു? നല്ലതായിരുന്നോ? എന്താ ഈ ദിവസത്തെ കാര്യം നാളെ സ്കൂളിൽ പോണ്ടേ? യശുക്കുട്ടി അപ്പടെ മുത്തുമണി 3 എക്സാം. മൺഡേ ട്യൂസ്ഡേ ഞാൻ കഴിച്ചില്ല. കഴിക്കാം. ദോശ സാമ്പാർ പിന്നെ ചിക്കൻ. ഇന്ന് നല്ല സൺലൈറ്റ് ആണല്ലേ പുറത്ത്. എന്നതാ പസ്തയാ? അത് കഴിക്കുക. ഇപ്പൊ വിളമ്പി വെച്ച ഫുഡ് കഴിക്കുക. കഴിച്ചു കഴിഞ്ഞിട്ട് തരാം. ദോശ സാമ്പാർ വേണമെങ്കിൽ അതും തരാം, ടേസ്റ്റ് ചെയ്യാം. ചപ്പാത്തിക്ക് പകരം ചപ്പാത്തി കുഴച്ച് പരത്താനുള്ള ഇതില്ലാത്തതുകൊണ്ട് ജീരകവും ഉപ്പും ചേർത്ത്, സാറിന് തേങ്ങയും ചേർക്കും. പക്ഷെ നല്ല ടേസ്റ്റ് ആയി, അടിപൊളിയാ സംഭവം. പിന്നെ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിനകത്ത് മുട്ടയും ചേർക്കും, പാൻകേക്ക് പോലെ. ഞാൻ കഴിച്ചു. ഇല്ലില്ല, ഡിന്നർ ഇന്ന് എടുക്കുന്നില്ല. പകരം എന്തെങ്കിലും സ്നാക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പൊ യോഗർട്ടിന്റെ അകത്ത് ഫ്രൂട്ട്സ് ഇട്ട് അങ്ങനെ ഉണ്ടാകുന്ന ഓർത്തു. നാളെ രാവിലെ ഓക്കെ പിള്ളേരെ വിടുന്നു. ഇലക്ഷൻ റിസൾട്ട് നാളെ 4-ാം തീയതി. ഓ അതല്ലേ ജോണിക്കുട്ടി എന്നെ ചോദിച്ചേനാ? ഇലക്ഷൻ അതായത് ഇവിടെയൊക്കെ മിനിസ്റ്റേഴ്സ് തിരഞ്ഞെടുക്കത്തില്ലേ നാട്ടിലത്തെ. നൈറ്റിൽ പറ്റില്ല, നൈറ്റിൽ വാങ്ങാൻ പറ്റില്ല. എല്ലാരും മമ്മയാസക്കൂട്ടിരിപ്പോ അത് അവന് സ്പൂൺ കൊടുക്കാനാ. സ്പൂണ് വെയിറ്റ് ചെയ്ത് തരാൻ തരാം. ഇന്ന പക്ഷെ കൊടുത്തു കഴിഞ്ഞാൽ അവനത് കൊട്ടി കൊട്ടി കളിക്കും. അതാണ് പ്രശ്നം. നേരത്തെ കിടന്നാലേ നിങ്ങൾക്ക് രാവിലെ എഴുന്നേക്കാൻ പറ്റുള്ളൂ. പിന്നെ രാത്രി ഇപ്പം നല്ല വെട്ടം ഉള്ളത് കൊണ്ട് പ്രത്യേകിച്ച് കുറേശ്ശെയൊക്കെ പാളൂരും ചക്കിയും കിടക്കുന്ന റൂമിൽ കുഴപ്പമില്ല. ജോൺകുട്ടിക്ക് ഇച്ചിരി വെളിച്ചം കൂടുതലുള്ളതുകൊണ്ട് കണ്ണ് മുറുക്കി അടച്ച് കിടന്നുറങ്ങണം കേട്ടോ. അല്ല, അവന് വേണമെങ്കിൽ നിങ്ങൾ കൊടുത്ത് കിടക്കാതിരിക്കുമല്ലോ. ഇന്ന് നിങ്ങൾ ഒരുമിച്ച് കിടന്നോ? പപ്പയുടെ കൊടുത്ത് കിടന്നോടാ, കുട്ടിയുടെ കൊടുത്ത് കിടന്നോ? കൊച്ചു കരയുമ്പോ നിന്റെ ഉറക്കം പോകും. അല്ല, ഇന്നിപ്പോ അവന് ഫുഡ് കൊടുത്തിട്ട് കിടക്കുന്നോണ്ടേ അവന് വലിയ കുഴപ്പമുണ്ടാകത്തില്ല. ദോശയും സാമ്പാർ ഇച്ചിരി ടേസ്റ്റ് ചെയ്യാൻ വേണോ? 3-4 ദിവസമായിട്ട് എവിടെ പോയാലും ഇത് തന്നെയാണോ ജുഗു? ജസ്റ്റ് പോകുന്നു. ഇപ്പൊ ഡ്യൂട്ടിക്ക് പോകുമ്പോ നമ്മൾ ഇത് മാറി അവിടുത്തെ ഡ്രസ്സാ യൂസ് ചെയ്യുന്നത്. 56 ദിവസം ഇനി 56 ദിവസമല്ലേ ആ ചലഞ്ചില്. ഇനി ഇത് കാണാമായിരിക്കും. എന്നാന്ന് പറയട്ടെ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സെറ്റാ. മീഡിയം ആണ് സൈസ്. ഇത് ഇപ്പൊ തന്നെ ലൂസാണ്. എനിക്കങ്ങ് ഭയങ്കര വിശ്വാസമാണ് ഞാനങ്ങ് ചെറുതാകുന്നു, സ്ലിം ആകുന്നു. അപ്പൊ പിന്നെ ഇത് ഞാൻ എന്നെ ചെയ്യും. എനിക്കിപ്പോ മാക്സിമം ഇട്ട് ഞാൻ കൊതി തീർക്കാണ് ഇപ്പൊ ചെയ്യുന്നത്.
ഇഷ്ടപ്പെട്ടോ? അങ്ങനെ ചിക്കു നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നു. അപ്പൊ ചിക്കു നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നു. എസിക്കുട്ടി ഇങ്ങനെ നോക്കിയേ, ഇതേക്കടാ മാള് ബുക്കില്. അപ്പൊ ചിക്കു നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നു. അപ്പൊ ഇന്നത്തെ ദിവസം എന്തായിരുന്നു, കുറച്ച് ഹാർഡായിട്ടുണ്ടായിരുന്നു തോന്നുന്നു ചിക്കുവിന്. സാരമില്ല, അടുത്ത ദിവസം എനിക്ക് തിരിച്ചു കിട്ടാനുള്ളതാണ്. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. അതെ എസിക്കുട്ടി, ബൈ ബൈ, ടാറ്റാ. ഒരു ബുക്ക് ഒരു ഉമ്മ.